അധ്വാനിച്ചിടുന്നോർക്കും ഭാരം ചുമക്കുന്നോർക്കും ആലംബം നീയല്ലോ. പ്രത്യാശിച്ചിടുന്നോർക്ക് നിത്യരക്ഷയേകീടും ആനന്ദം നീയല്ലോ. അധ്വാനിച്ചിടുന്നോർക്കും ഭാരം ചുമക്കുന്നോർക്കും ആലംബം നീയല്ലോ. പ്രത്യാശിച്ചിടുന്നോർക്ക് നിത്യരക്ഷയേകീടും ആനന്ദം നീയല്ലോ. നിന്റെ ദിവ്യരാജ്യം മണ്ണിലെങ്ങും വരണേ, നിന്റെ ഇഷ്ടം ഭൂവിലെങ്ങും നിറയാ. മണ്ണും മിണ്ണും പാടും നിന്റെ പുണ്യഗീതം, പാരിലെങ്ങും ദൈവരാജ്യം പുലരാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 128 സങ്കീർത്തനം, അതിൻ്റെ 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. എല്ലാ കുടുംബങ്ങൾക്കും ആശീർവാദം നേരുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 128. ഒരു ദൈവഭക്തനായവൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു ദൈവഭക്തൻ ഏത് നിലയിലാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്? സമൃദ്ധി, സമ്പത്ത്, നന്മ, ഉയർച്ച ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കണം മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവൻ എന്തെങ്കിലും അധ്വാനിച്ചാൽ അവൻ്റെ അധ്വാന ഫലം അവൻ തിന്നും. അവന് നന്മ വരും. അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയും അവൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ കുടുംബം, ഭാര്യ, മക്കൾ അവരെല്ലാം ഒരു അനുഗ്രഹ വിഷയമായിരിക്കും. ഞാനെന്ത് പറയുമ്പോൾ ദൈവം നിങ്ങളെ ഇങ്ങനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇങ്ങനൊരു അനുഗ്രഹം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? വളരെ സിമ്പിളായ കാര്യമാണ് പറഞ്ഞിരിക്കുക. യഹോവയെ ഭയപ്പെടുക, അവൻ്റെ വഴികളിൽ നടക്കുക. ദൈവഭയം ഉള്ളവർ, ദൈവത്തിൻ്റെ വഴികളെ തിരഞ്ഞെടുക്കുന്നവർ, അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ മുൻനിർത്തിയ ഒരു ജീവിതമായിരിക്കണം നിങ്ങളെപ്പോഴും നടത്തേണ്ടത്. നിങ്ങളൊരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വഴിയാണോ, അത് ചതിയുടെയും വഞ്ചനയുടെയും മറ്റുള്ളവർക്ക് നാശം വിതയ്ക്കുന്നതുമാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. നിങ്ങളത് മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ തിന്നും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അധ്വാനങ്ങൾ ചതിച്ചും വഞ്ചിച്ചും ആരൊക്കെയോ അപകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് കർത്താവ് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ കൂടെ നടക്കുകയല്ലേ? അതിൻ്റെ ഒരു റിസൾട്ട് എന്ന വണ്ണം നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ അധ്വാന ഫലങ്ങൾ ദൈവം നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു തരും. നിങ്ങൾക്ക് നന്മ വരും. നിങ്ങൾക്ക് നന്മ വരും. നിങ്ങൾക്ക് തിന്മയല്ല, നന്മ വരും. നിങ്ങളുടെ കുടുംബം ഓർഡറാകും. നിങ്ങളുടെ മക്കൾ ഒരു അനുഗ്രഹ വിഷയമാണ്. അവിടെ തീർന്നില്ല. അതിൻ്റെ താഴത്തൊരു വാക്കുണ്ട്. നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. നിങ്ങളുടെ മക്കളെ കാണും. എവിടെ കാണും? എവിടെ കാണാൻ ആഗ്രഹിച്ചു അവിടെ കാണും. നിന്റെ പ്രാർത്ഥനയിൽ കാണും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കാണും. നിന്റെ കുടുംബത്തിനകത്ത് കാണും. നിന്റെ ചർച്ചിൽ കാണും. നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നിന്റെ കൂടെ അവർ കാണും. നിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് അവർ കാണും. നിന്റെ ആഗ്രഹമുള്ളിടത്ത് അവർ കാണും.
അവർ ഈ ഭൂമിയിൽ കാണും. അതേ കർത്താവ് വരുമ്പോൾ, എടുക്കപ്പെടുമ്പോൾ അവിടെയും അവർ കാണും. യഹോവയെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം. ഇങ്ങനൊരു അനുഗ്രഹം ദൈവം നിങ്ങളുടെ മേൽ തരികയാണ്. എനിക്കിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, ഒരു തിരുവചനമുണ്ട്, ഞാൻ നിന്റെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അതിനകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിക്കും. അതുപോലൊരു അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ മേൽ വരികയാണ്. നിങ്ങളെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കുന്നു. മറക്കല്ല, ദൈവത്തെ മുൻനിർത്തിയും ദൈവവചനത്തെ മുൻനിർത്തിയും ഒരു ജീവിതം നയിക്കാൻ നിങ്ങളെ സമർപ്പിക്കുക. നന്മയുടെ പുറകെ പോകണ്ട, നന്മ നിങ്ങളുടെ പുറകെ വരും. ഉയർച്ചയുടെ പുറകെ പോകണ്ട, ഇടയൻ്റെ പുറകെ പോവുക. ദൈവം നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കൈകൾ തരും. നിനക്ക് ദീർഘായുസ്സുണ്ടാവും. നീ യെരൂശലേമിന്റെ നന്മ കാണും. ആമേൻ. നീ നിൽക്കുന്ന രാജ്യത്തിന്റെ നന്മ കാണും. യെസ് ലോർഡ്. അത് അനുഭവിപ്പാൻ ദൈവത്തിനെ സഹായിക്കും. ഈ ബ്ലെസ്സിങ്ങോടെ ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല അനുഗ്രഹത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ ഭയപ്പെട്ടുള്ളൊരു ജീവിതം പരിശുദ്ധാത്മാവെ ഞങ്ങൾ ആഗ്രഹിക്കും. പരിശുദ്ധാത്മാ ദൈവത്തെ ഭയപ്പെട്ട് ദൈവഭക്തിയിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് പണിയണമേ. ഞങ്ങളുടെ മക്കളെയും തലമുറകളെയും എല്ലാം അങ്ങ് പണിയണമേ. കർത്താവെ, ഞങ്ങളെ നന്മ കൊണ്ട് തൃപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ. സഭയുടെ നന്മയെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ആയുഷ്കാലമൊക്കെ ഞങ്ങളെ അങ്ങ് നന്മയാൽ നിറയ്ക്കണമേ. കർത്താവെ യേശുവെ, ഞങ്ങൾ അങ്ങയുടെ പുറകെ വരുന്നു, അങ്ങേ അനുഗമിക്കും. കർത്താവെ, അങ്ങേ അനുഗമിക്കുന്നവർക്കുള്ള നന്മയും അനുഗ്രഹത്താലും എല്ലാം പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ വചനം കേട്ട ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കും. കുടുംബമായി അവരെ ഒരിക്കൽ കൂടി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു വാക്കിൽ ഞാൻ നിങ്ങളുടെ സൗഖ്യത്തിനായും നന്മയ്ക്കായും ഐശ്വര്യത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെയൊക്കെ സൗഖ്യം ഉണ്ടാകട്ടെ. ആ രോഗമുള്ള ഭാഗത്ത് ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഇവരെ ഇപ്പോൾ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യമാകുക. ഈ കുടുംബത്തിന് നന്മ വരട്ടെ. കെട്ടിക്കിടക്കുന്ന എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ. ഈ കുടുംബത്തിന് മേലൊരു അഭിവൃദ്ധിയും ഒരു ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഈ മക്കൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പ്രത്യേക ഫേവർ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ തൊടുന്നിടത്തെല്ലാം അനുഗ്രഹം ഉണ്ടാകണം. എല്ലാ ചോർച്ചകളെ അടയ്ക്കുന്നു. എല്ലാ ചോർച്ചകളെ അടയ്ക്കുന്നു. നന്മകൾ നിൽക്കട്ടെ, ഉയർച്ചകൾ ഉണ്ടാകട്ടെ. ഇവർ ദൈവരാജ്യത്തിനും ദൈവനാമത്തിനും സുവിശേഷത്തിനും ദൈവസഭയ്ക്കും അനുഗ്രഹമാകട്ടെ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളുടെ കുടുംബമായുള്ള സ്നേഹം അറിയിക്കുന്നു. കർത്താവ് കൂടെയുണ്ട്. ശരണം.